This call is now being recorded. ശ്രീരാമോദന്ത പഠനം. ശ്രീരാമോദന്തം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാൽമീകിപ്രകീർത്തിതം. ശ്ലോകം കിട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെ പദം മുറിച്ചു. ശ്രീപതിം പ്രണിപത്യ അഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരാമോദന്തം ആഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തിതം. അങ്ങനെ പദം മുറിച്ചു. ഓരോന്നിൻ്റെ ആയിട്ട് വിഭക്തികളൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അന്വയിക്കൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് അഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ എന്നാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയത്. അങ്ങനെ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അന്വയം എന്നാണ് പറയുക. ഇതാണ് അന്വയം. അഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ. ഇത് കഴിഞ്ഞിട്ട് ഇത് അന്വയം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു അന്വയാർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അത് മലയാളമാണ്. ഇതിനെ നേരെ മലയാളത്തിലേക്ക് ആക്കുകയാണ്. അന്വയത്തിൻ്റെ അതേപടി അർത്ഥം. പിന്നെയാണ് അതിൻ്റെ സാരത്തിലേക്ക് കിടക്കുക. അപ്പൊ അതിൻ്റെ അന്വയാർത്ഥം നോക്കുമ്പോൾ അഹം എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീവത്സാങ്കിത വക്ഷസനായിരിക്കുന്ന ശ്രീപതിയെ പ്രണിപതനം ചെയ്തിട്ട് ശ്രീവാൽമീകി പ്രകീർത്തിതമായിരിക്കുന്ന ശ്രീരാമോദന്തത്തെ ആഖ്യാനം ചെയ്യാൻ പോകുന്നു. അതാണ് ഈ അന്വയത്തിന്റെ അതേപടിയുള്ള അർത്ഥം. അതായത് അഹം ഞാൻ ശ്രീവത്സാങ്കിത വക്ഷസനായിരിക്കുന്ന ശ്രീപതിയെ പ്രണിപതനം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് ശ്രീവാൽമീകി പ്രകീർത്തിതമായിരിക്കുന്ന ശ്രീരാമോദന്തത്തെ ആഖ്യാനം ചെയ്യാൻ പോകുന്നു. ഇനി ഇതിൻ്റെ സാരം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് സാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോരോ ഈ അന്വയാർത്ഥം എങ്ങനെ വന്നു അതെന്താണ് എന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യം തന്നെ അഹം എന്നുള്ളത് ഞാൻ, അത് മനസ്സിലായി. അഹം ശ്രീവത്സാങ്കിത വക്ഷസം, അതിന് ശ്രീവത്സാങ്കിത വക്ഷസനായിരിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പൊ ശ്രീവത്സ അങ്കിത വക്ഷസ് ഇങ്ങനെ പദങ്ങളാണുള്ളത്. അപ്പൊ ശ്രീവത്സാങ്കിത വക്ഷസ് എന്നുള്ളതില് ശ്രീവത്സ അങ്കിത വക്ഷസൻ. വക്ഷസൻ എന്നുള്ളതിന് രണ്ട് പദമുണ്ട്. വക്ഷസ് ഉള്ളവൻ, വക്ഷസൻ. ശ്രീവത്സം അങ്കിതം വക്ഷസ് ഉള്ളവൻ, അവനെ. അങ്ങനെയാണ് ശ്രീവത്സാങ്കിത വക്ഷസനെ എന്നായിട്ടുള്ള അർത്ഥം കിട്ടിയത്. ഈ ഒരു തരത്തിലാണ് സംസ്കൃതത്തില് വിഗ്രഹിക്കുക എന്നാണ് പറയുക. സംസ്കൃതത്തില് ഒരു ഇപ്പൊ ശ്രീവത്സാങ്കിത വക്ഷസം എന്നുള്ള ഒരു പദം കിട്ടിയാൽ അതിനെ വിഗ്രഹിക്കുക എന്ന് പറയും. അപ്പൊ വിഗ്രഹിച്ച് അർത്ഥം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞതുപോലെ അതിനെ സംസ്കൃതത്തിൽ പറയുകയാണ് ചെയ്യേണ്ടത്. അതാണ് സംസ്കൃതത്തിൽ പഠിക്കുന്ന രീതി. ഇപ്പോ ശ്രീവത്സാങ്കിത വക്ഷസൻ എന്നുള്ളതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ആദ്യം നമുക്കൊന്ന് പറഞ്ഞു തരാം. ഇപ്പൊ ശ്രീവത്സം കൊണ്ട് അങ്കിതമായ, അങ്കിതം എന്ന് പറഞ്ഞാൽ അംഗം, മുദ്രിതമായ
വക്ഷസ് ഉള്ളയാളാണ് ശ്രീവത്സാങ്കിത വക്ഷസം. അത് സംസ്കൃതത്തിലേക്ക് ആക്കുമ്പോൾ ശ്രീവത്സേന, അതായത് നമുക്കറിയാം വിഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ പിന്നെ സമാസിക്കുക എന്നൊക്കെ ഉള്ള ഒരർത്ഥം ഉണ്ടല്ലോ, മലയാളത്തിൽ സമാസം പറയുക എന്നൊക്കെ ഉള്ള ഒരർത്ഥം ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ വിഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ശ്രീവത്സേന അങ്കിതം വക്ഷ യസ്യ സ ശ്രീവത്സാങ്കിത വക്ഷാ. അതായത് ശ്രീവത്സം എന്ന് പറയുന്നത് ഒരു സംഗതി ഉണ്ട്. ആ സംഗതി കൊണ്ട് ശ്രീവത്സേന അങ്കിതം മുദ്രിതം, ആ ശ്രീവത്സം കൊണ്ട് മുദ്രിതമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അടയാളത്തോടു കൂടിയ വക്ഷസ് വക്ഷ യസ്യ, അത് യാതൊരുവനാണോ ഉള്ളത് അവനാണ് ശ്രീവത്സാങ്കിത വക്ഷ. ശ്രീവത്സേന അങ്കിതം വക്ഷ യസ്യ സ ശ്രീവത്സാങ്കിത വക്ഷ. എന്താണ് വക്ഷ എന്നും വക്ഷ എന്നും രണ്ടു തരത്തിൽ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീവത്സാങ്കിത വക്ഷസം എന്നുള്ളത് പറഞ്ഞു. സകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒരു രൂപവും നമ്മൾ ചൊല്ലി. അതല്ലാതെ ഒരു രൂപമാണ് വക്ഷ എന്നുള്ളത് വരുന്നത്. ഈ വക്ഷ എന്നും വക്ഷ എന്നും ആകുമ്പോൾ ഒന്ന് പുല്ലിംഗമാണ്, ഒന്ന് നപുംസകലിംഗമാണ്. ശരിക്കും വക്ഷസ് എന്നുള്ളത് വക്ഷ ശബ്ദം നപുംസകലിംഗമാണ്. ആ വക്ഷസ് ഉള്ളയാൾ എന്ന് വരുമ്പോഴാണ് വക്ഷ എന്ന് ആ പുല്ലിംഗമായിട്ട് വരുന്നത്. ശരിക്കും ആ വക്ഷസിന്റെ രൂപം വക്ഷ വക്ഷസി വക്ഷാംസി, വക്ഷ വക്ഷസി വക്ഷാംസി, വക്ഷസാ വക്ഷോഭ്യാം വക്ഷോഭി, വക്ഷസേ വക്ഷോഭ്യാം വക്ഷോഭ്യ, വക്ഷസ വക്ഷോഭ്യാം വക്ഷോഭ്യ, വക്ഷസ വക്ഷസോ വക്ഷസാം, വക്ഷസി വക്ഷസോ വക്ഷസു. അങ്ങനെയാണ് സകാരാന്തം നപുംസകലിംഗമായിട്ടുള്ള രൂപം ചൊല്ലുക. അപ്പൊ അങ്ങനെ വക്ഷസ് ഉള്ളയാളാണ് ആവുമ്പോൾ ഈ നപുംസകലിംഗമായിട്ടുള്ള വക്ഷസ് ശബ്ദം പുല്ലിംഗമാകുമ്പോൾ വക്ഷ എന്നായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ശ്രീവത്സേന അങ്കിതം വക്ഷ യസ്യ സ. യസ്യ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം യാതൊരുവൻ. യ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ യ എന്നുള്ളതിന്റെ ഷഷ്ഠി ഏകവചനമാണ് യസ്യ. അപ്പൊ യസ്യ യാതൊരുവന്, അവനാണ് ശ്രീവത്സാങ്കിത വക്ഷ. അത് പുല്ലിംഗം, പിന്നെ പുല്ലിംഗം പ്രഥമ ഏകവചനായി. ഇതിപ്പം ദ്വിവചനമായതുകൊണ്ട് തം ശ്രീവത്സാങ്കിത വക്ഷസം. അങ്ങനെയാണ് ഇതില് വിഗ്രഹം ആക്കിയിട്ട് പറയുക. വിഗൃഹീത എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെയാണ് ശ്രീവത്സേന അങ്കിതം വക്ഷ യസ്യ സ ശ്രീവത്സാങ്കിത വക്ഷ തം ശ്രീവത്സാങ്കിത വക്ഷസം. അങ്ങനെ ഓരോന്നിനും വരും. അപ്പൊ അവിടെ അഹം ശ്രീവത്സാങ്കിത വക്ഷസം, അത് മനസ്സിലായി. ഇനി ശ്രീപതിം, ശ്രീപതിം എന്നുള്ളതിനും ഇതേപോലെ തന്നെ വിഗ്രഹിക്കാൻ കഴിയും. ശ്രീയ പതി, ശ്രീപതി, തം ശ്രീപതി, അത്രയേ ഉള്ളൂ. ശ്രീയ പതി, ശ്രീപതി, തം ശ്രീപതിം. അതായത് ശ്രീ എന്നുള്ളതിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ശ്രീ, ശ്രീയൗ, ശ്രീയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ശ്രീ എന്നുള്ള ശബ്ദത്തിന്റെ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം. ആ ശ്രീ എന്നുള്ള ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് ശ്രീയ എന്നുള്ളത്. അപ്പൊ ശ്രീയ എന്ന് പറയുമ്പോൾ ശ്രീയുടെ, അപ്പൊ ശ്രീയുടെ പതി, അതാണ് ശ്രീപതി. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ശ്രീയ പതി, ശ്രീപതി. അത് പുല്ലിംഗ പ്രഥമ ഏകവചനായി. ഇനി ദ്വിവചനം ആവുമ്പോൾ തം എന്ന് ചേർക്കുക, ശ്രീപതി, തം ശ്രീപതിം. അങ്ങനെയാണ് കിട്ടുക. ഇപ്പൊ ശ്രീയ പതി, ശ്രീപതി, തം ശ്രീപതിം എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയത് അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം കിട്ടി. പിന്നെ പ്രണിപത്യ, അത്
ല്യബന്ധം അവ്യയമാണ് എന്ന് പറഞ്ഞു. പ്രണിപത്യ, പതിച്ചിട്ട്, പത്യ എന്ന് പറഞ്ഞാൽ പതിച്ചിട്ട്, നിപത്യ നിശേഷേണ പതിച്ചിട്ട്. പതിക്കുക എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണല്ലോ അർത്ഥം, വീണിട്ട്. അപ്പൊ അത് നിപത്യ എന്ന് പറയുമ്പോൾ നിശേഷമായിട്ട് പതിച്ചിട്ട് എന്നൊക്കെ പറയാം. പക്ഷേ പ്രണിപത്യ എന്ന് പറയുമ്പോൾ പ്രകരിഷേണ നിപത്യ എന്നാണ്. അപ്പൊ വെറുതെ അങ്ങോട്ട് വീണതല്ല, ഒരു വെറുതെ നമ്മളിങ്ങനെ മറിഞ്ഞു വീഴുന്ന പോലെ വീണതല്ല, ഒരു അങ്ങനെയുള്ള വീഴലായത് കൊണ്ടാണ് പ്രണിപത്യ. നമസ്കരിക്കുകയും വീട് തന്നെയാണല്ലോ, വീണ് നമസ്കരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനെയുള്ള നമസ്കരിക്കുക എന്ന് പറയാം. ഏതായാലും അതുകൊണ്ടാണ് പ്രണിപത്യ എന്ന് വന്നത്. ഏതായാലും പതിക്കുക, നിശേഷമായിട്ട് പതിക്കുക, പ്രകരുഷമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പതിക്കലാണ് പിന്നെ പ്രണിപത്യ. അത് ഇതില്ലേ, ഞാൻ വീണതല്ല, ഞാൻ നമസ്കരിച്ചതാണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രണിപത്യ. അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം പ്രണിപത്യ എന്ന് കിട്ടി. പിന്നെ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസി, അതും കൂടി കിട്ടിയാൽ ആയി. ശ്രീ വാൽമീകി പ്രകീർത്തിതം എന്നാണ് പിന്നെ വരുന്നത്. പ്രകീർത്തിതം, കീർത്തിതം, പ്രകീർത്തിതം. കീർത്തിതം എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെട്ടത്, പ്രകീർത്തിതം എന്ന് പറഞ്ഞാൽ പ്രകരുഷേണ കീർത്തിതം. പ്രകരുഷേണ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ എന്നർത്ഥം, വളരെ നന്നായിട്ട് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പം അതാണ് പ്രകീർത്തിക്കുക എന്നൊക്കെ ഉള്ള വാക്കിന്റെ അർത്ഥം. ശ്രീ വാൽമീകി പ്രകീർത്തിതം. അപ്പൊ അവിടെ ഈ വിഗ്രഹിക്കുന്ന സമയത്ത് ശ്രീ വാൽമീകിനാ പ്രകീർത്തിതം, ശ്രീ വാൽമീകി പ്രകീർത്തിതം എന്ന് വരും. അപ്പോ പുല്ലിംഗമാണ് ആ രൂപം വരുന്നത്. അതുകൊണ്ട് ശ്രീ വാൽമീകിന പ്രകീർത്തിത, ശ്രീ വാൽമീകി പ്രകീർത്തിത, തം ശ്രീ വാൽമീകി പ്രകീർത്തിതം എന്ന് വരും. അങ്ങനെയാണ് വരിക. ശ്രീ വാൽമീകിന പ്രകീർത്തിത, ശ്രീ വാൽമീകി പ്രകീർത്തിത, തം ശ്രീ വാൽമീകി പ്രകീർത്തിതം. അത് സാധാരണ എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ശ്രീ വാൽമീകിന പ്രകീർത്തിത എന്നെഴുതിയിട്ട് ഒരു കോമയിടും, എന്നിട്ട് തം ശ്രീ വാൽമീകി പ്രകീർത്തിതം. അങ്ങനെയാണ് സാധാരണ എഴുതുമ്പോൾ ഒക്കെ എഴുതുക. ശ്രീ വാൽമീകിന പ്രകീർത്തിത, ശ്രീ വാൽമീകി പ്രകീർത്തിത, കോമ തം ശ്രീ വാൽമീകി പ്രകീർത്തിതം. ഇപ്പൊ ശ്രീ വാൽമീകിയാൽ പ്രകീർത്തിക്കപ്പെട്ട എന്നർത്ഥം. അടുത്തത് ശ്രീരാമോദന്തം. ഉദന്തം ശ്രീരാമോദന്തം. ഉദന്ത എന്ന് പറഞ്ഞാൽ കഥയാണ്. ഉദന്ത ശ്രീരാമ ഉദന്ത, ശ്രീരാമ ഉദന്ത, ശ്രീരാമ കഥ. ശ്രീരാമസ്യ ഉദന്ത, ശ്രീരാമസ്യ ഉദന്ത, ശ്രീരാമ ശ്രീരാമസ്യ, ശ്രീരാമസ്യ ഉദന്ത, ശ്രീരാമോദന്ത, തം ശ്രീരാമോദന്തം. ശ്രീരാമന്റെ കഥയെ എന്നർത്ഥം. ആഖ്യാസ്യേ പറയാൻ പോകുന്നു, ആഖ്യാസ്യേ പറയാൻ പോകുന്നു. അപ്പോ ശ്രീവാൽമീകിന പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ, അങ്ങനെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ, അങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് എഴുതാനുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ എഴുതിയെടുക്കാം. ശ്രീരാമോദന്തം ഈ ശ്ലോകം എഴുതുക. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീരാമോദന്തം ആഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തം. പിന്നെ ശരിക്കും ഈ പദങ്ങൾ മുറിച്ച് ചേർക്കുക, എഴുതുക. പഠിക്കണം എന്നുള്ളവർക്ക് അതൊക്കെ പദങ്ങളായിട്ട് തിരിച്ച് എഴുതുക. അത് ഈ പറയുന്ന സമയത്ത് തന്നെ എഴുതി പോവുകയാണ് ഏറ്റവും നല്ലത്. ശ്രീപതിം ഇകാരാന്ത പുല്ലിംഗം, ദ്വിതീയ ഏകവചനം, പ്രണിപത്യ ല്യബന്ധമവ്യയം, അഹം അസ്മശബ്ദം പ്രഥമ ഏകവചനം, ശ്രീവത്സാങ്കിത വക്ഷസം സകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം, ശ്രീരാമോദന്തം അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം, ആഖ്യാസ്യേ ലൃട്ട് പരസ്മൈപതി ഉത്തമപുരുഷൻ
ഏകവചനം. ശ്രീ വാൽമീകി പ്രകീർത്തിതം അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ആണ് അന്വയം എഴുതുക. അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീ വാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ. പിന്നെ വേണമെന്നുള്ളവർക്ക് ഈ സാരം എഴുതുന്നതിന് മുമ്പായിട്ട് ഈ അന്വയാർത്ഥവും എഴുതാം. അന്വയാർത്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അന്വയാർത്ഥ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതാം, ഞാൻ ശ്രീവത്സാങ്കിത വക്ഷസനായ ശ്രീപതിയെ പ്രണിപതനം ചെയ്തിട്ട് ശ്രീവാൽമീകി പ്രകീർത്തിതമായിരിക്കുന്ന ശ്രീരാമോദന്തത്തെ ആഖ്യാനം ചെയ്യാൻ പോകുന്നു. ഇനി ഇതിന്റെ സാരം എന്നുള്ളതാണ് പിന്നെ വരേണ്ടത്. ഇതിന്റെ സാരം ഇത്രയാ. ഈ അന്വയാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അപ്പൊ അതിന്റെ സാരം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ശ്രീവത്സാങ്കിത വക്ഷസൻ എന്നുള്ളതിന് ശ്രീവത്സം വക്ഷസ്സിൽ അങ്കിതമായിരിക്കുന്ന ആ ശ്രീവത്സം എങ്ങനെയാണ് വക്ഷസ്സിൽ ഉള്ളത് എന്നൊക്കെയുള്ള കഥകൾ നമുക്ക് പലരും നമ്മൾ കേട്ടിട്ടുണ്ടാവണം. ഇനി അഥവാ ഇല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ ആ ഒരു കഥ പറയാം. പിന്നെ ശ്രീവത്സാങ്കിത വക്ഷസം ഹരിയേട്ട, ഈ അന്വയത്തില് ശ്രീപതിയും പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത മറ്റേ ഇത് വന്നിട്ടില്ലല്ലോ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നുള്ള. ശ്രീപതിം അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം പ്രണിപത്യ വന്നില്ലായിരുന്നോ? അല്ല, അതിന്റെ മലയാളം പറഞ്ഞപ്പോഴേ ഞാൻ ശ്രീവത്സാങ്കിത വക്ഷസനായ ശ്രീപതിയെ, അത് മതിയോ? അത് മതി. ഓക്കെ, ശരി ശരി. ശ്രീവത്സാങ്കിത വക്ഷസനായിരിക്കുന്ന ശ്രീപതിയെ പ്രണിപതനം ചെയ്തിട്ട് ശ്രീ വാൽമീകി പ്രകീർത്തിതമായിരിക്കുന്ന ശ്രീരാമോദന്തത്തെ ആഖ്യാനം ചെയ്യാൻ പോകുന്നു. അതെ, ആത്മനേപതാണ്. ശരിയാ, ലിറിട്ട് ആത്മനേപതിയാണ്. ആത്മനേപതാണ്. ആഖ്യാസ്യതേ ശരിയാ. ലിറിട്ട് ആത്മനേപതി ഉത്തമപുരുഷൻ ഏകവചനാണ്. ശരിയാണ്. ഞാൻ ശ്രീവത്സം എന്ന മുദ്ര മാറിൽ അണിഞ്ഞവനായ ലക്ഷ്മീപതിയായ അല്ലെങ്കിൽ ലക്ഷ്മീപതിയെ വന്ദിച്ചിട്ട് ശ്രീവത്സം എന്ന മുദ്രയെ വക്ഷസ്സിൽ അണിഞ്ഞിട്ടുള്ള ലക്ഷ്മീപതിയെ വന്ദിച്ചിട്ട് ശ്രീ വാൽമീകിയാൽ എഴുതപ്പെട്ടതായ അല്ലെങ്കിൽ കീർത്തിക്കപ്പെട്ടതായ ശ്രീരാമകഥയെ പറയാൻ പോകുന്നു. ഇതാണ് ഇതിന്റെ സാരം. അനന്തരം സമാപ്തം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീ വാൽമീകി പ്രകീർത്തിതം. ശ്രീവത്സാങ്കിത വക്ഷസം ഇത്യത്ര അഹമേകാം കഥാം വദാമി. തത് താം കഥാം ഏതസ്യ അനന്തരം മാം പ്രതി വദതു അപി. ശ്രീവത്സം കഥം ഭഗവതഃ മഹാവിഷ്ണോഃ വക്ഷസി അഭവത് ഇതി ജ്ഞാതം. പൂർവം അഹമേകാം കഥാം വദാമി, സർവേ സമ്യക് ശൃണ്വन्तु. പൂർവം മുനിജനാഃ ഋഷിജനാഃ തേഷാം മധ്യേ ഏകഃ സംശയഃ. മുനീനാം മധ്യേ ഋഷീണാം മധ്യേ ഏകഃ സംശയഃ. ത്രിമൂർത്തയഃ സന്തി. ത്രിമൂർത്തയഃ ബ്രഹ്മ
महाविष्णुः महादेवः ब्रह्मा विष्णु महेश्वराः सन्ति त्रिमूर्तयः। तत्र तेषां मध्ये कः सत्त्वमूर्तिः, कः उत्तमः इति एकः संशयः। सर्वे उत्तमाः एव, परन्तु तेषु मध्ये कः अत्युत्तमः इति। सत्त्वगुणः कस्य अधिकं भवति, कः सत्त्वगुणस्वरूपी इति ज्ञातुम् एका जिज्ञासा, तेषाम् एकः संशयः। तस्य परिहारार्थं ते अन्योन्यं चिन्तितवन्तः, परन्तु उत्तरं न लभ्यते। एका परीक्षणद्वारा तद् ज्ञातव्यम्, एकं परीक्षणं करणीयम् इति ते निश्चितवन्तः। एकं परीक्षणं, परन्तु त्रिमूर्तयः तेषां परीक्षणं कः शक्नोति? अन्ते भृगु इति एकः मुनिः अस्ति, भृगुमुनि। तं नियोजितवन्तः, सः तत्र नियुक्तः। भृगुमुनिः तत्र परीक्षणार्थं नियुक्तः। भृगुमुनिः सन्तोषरूपेण तद् स्वीकृतवान्। सः प्रथमं ब्रह्मलोकं गतवान्। ब्रह्मणः लोकं, ब्रह्मलोकं गतवान्। तत्र ब्रह्मा किं करोति स्म? ब्रह्मा साधारण गानं, सामगानं, स्तुति, गानालापं, गानश्रवणम् एवं सः तत्र तस्मिन् समये सः गानं शृणोति, तस्मिन् निमग्नः। तस्मिन् समये भृगुमुनिः तत्र आगतवान्। सः तत्र आगत्य तस्मिन् समये ब्रह्मा किं करोति स्म? गानालापनं शृणोति स्म। गानालापनमध्ये भृगोः आगमनं ब्रह्मणः अधिकम् इष्टं न अभवत्। कारणम् एक अलोसररूपेण वा इति एका शङ्का। अतः ब्रह्मणः कश्चन द्वेषः जातः, एकं नीरसं जातम्। तद् ज्ञात्वा भृगुमुनिः ततः प्रत्यागतवान्। अनन्तरं रुद्रस्य, शिवस्य समीपं गतवान्। तत्र शिवः अन्यया रीत्या, इत्युक्ते पार्वत्या सह संलापं करोति स्म इति चिन्तयामि। एवं किमपि भवतु, सः अपि तत्र कस्मिन्नपि निमग्नः। तत्र भृगुमुनेः आगमनं शिवस्य अपि इष्टं न अभवत्। शिवः क्रुद्धः जातः, कश्चन क्रुद्धः इत्येव। तस्य भावं ज्ञात्वा भृगुमुनिः प्रत्यागतवान्। अनन्तरं भृगुमुनिः वैकुण्ठं प्राप्तवान्। वैकुण्ठे महाविष्णुः
അനന്തസ്യ ഉപരി അനന്തശയ്യാരൂപേണ നിദ്രാം കരോതി, ശയനം കരോതി, നിദ്രാം കരോതി അപ്പി. തത്ര നിദ്രാം കരോതി സ്മ. തസ്മിൻ സമയേ ഭൃഗുമുനിഃ തത്ര ആഗതവാൻ. നിദ്രാസമയേ ഭൃഗുമുനിഃ തത്ര ആഗതവാൻ. ഭൃഗുമുനിഃ ആഗത്യ അപി മഹാവിഷ്ണുഃ നിദ്രാതഃ ന ഉത്ഥിതഃ. നിദ്രായാः ന ഉത്ഥിതഃ. നിദ്രാതഃ ന ഉത്ഥിതഃ. കശ്ചിത് സമയഃ കഞ്ചിത് സമയഃ തത്ര ഏവ സ്ഥിതവാൻ. परन्तु महाविष्णुः न उत्थितवान्. महाविष्णोः निद्रा न समाप्ता. भृगुमुनेः कश्चन द्वेषः आगतः. किम् अत्र आगत्य मां न पश्यति, निद्रां करोति. सः किं कृतवान्? साधारण यः कोऽपि निद्रां करोति चेत् तस्य आह्वयनार्थं किं वयं कुर्मः? हस्तेन एवम् उत्थानं करोतु इति. भृगुमुनेः द्वेषः कश्चन अधिकः इति उक्तवान्. सः करेण न कृतवान्. सः पादेन, तस्य दक्षिणपादेन महाविष्णोः वक्षोभागे, वक्षसि एकः आघातं, करेण न पादेन एकम् आघातं कृतवान्. शक्त्या एकम् आघातं कृतवान्. तस्मिन् समये महाविष्णुः उत्थितवान्. सहसा उत्थितवान्. अनन्तरं महाविष्णुः पृष्टवान्, क्षम्यतां, भवतः आगमनम् अहं न ज्ञातवान्, कृपया क्षमां ददातु. अनन्तरम् एतदपि उक्तवान्, माम् आघातं कृत्वा भवतः पादस्य वेदना अभवत् वा इति. मां ताडनं कृत्वा, पादेन ताडनं कृत्वा भवतः पादस्य वेदना अभवत् वा, कृपया क्षम्यताम् इति उक्तवान्. तस्मिन् समये भृगुमुनेः यत् कृतवान् तद् सर्वम् अपराधः इति एकः चिन्ता जाता. तदानीं सः तस्मिन् समये एव निश्चितः, महाविष्णुः अस्ति सत्त्वस्वरूपी इति, सात्विकस्वरूपी इति. तस्मिन् समये महाविष्णुः उक्तवान्, भवता कृतः एषः आघातः मम वक्षसि अस्ति, तद् तत्र एव भवतु. अहम् एकं चिह्नम् इव तत्र एव धारणं करोमि, धारयामि. तदा एव श्रीवत्साङ्कितं, श्रीवत्सम् इति चिह्नं, श्रीवत्सचिह्नं. भृगुमुनेः दक्षिणपादस्य चिह्नम् अस्ति श्रीवत्सम्. तदेव श्रीवत्साङ्कितवक्षसं श्रीपतिं प्रणिपत्याहं श्रीवत्साङ्कितवक्षसं श्रीरामोदन्तमाख्यास्ये श्रीवाल्मीकि प्रकीर्तितम्. अस्तु, इदानीम् एतद् समापयामः. कथा ज्ञाता चेत् यः कोऽपि मलयाळभाषया वदतु. अस्तु अस्तु, वदतु वदतु. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വക്ഷസിൽ ഇരിക്കുന്നതാണ് ശ്രീവത്സം. കഥ പണ്ട് മുനിമാർ ഇരിക്കുന്ന വേളയിൽ അവരുടെ ഇടയിൽ ഒരു സംശയമുണ്ടായി.
ത്രിമൂർത്തികൾ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരരുടെ ഇടയിൽ ആരാണ് സത്വമൂർത്തി, സാത്വിക ഗുണമുള്ളത് ആർക്കാണ് എന്നറിയാൻ അവർക്ക് ആകാംക്ഷയുണ്ടായി, മുനിമാർക്ക്. അതിന് അവർ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ആ പരീക്ഷണത്തിന് ഭൃഗുമുനിയെയാണ് നിയോഗിച്ചത്. ഭൃഗുമുനി സന്തോഷത്തോടെ സമ്മതിച്ച് ബ്രഹ്മലോകത്തിൽ പോയി. അവിടെ ബ്രഹ്മാവ് ഗാനാദി സാമഗാനം തുടങ്ങിയവ പാടിയും രസിച്ചും കേട്ടും ഒക്കെ ഇരിക്കുന്ന സമയം. ആ സമയത്ത് ബ്രഹ്മാവ് ഗാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുനി ചെന്ന സമയത്ത്. മുനിയുടെ വരവ് ആ സമയത്ത് ആ വരവ് ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. മുനി തിരിച്ചു പോന്നു. എന്നിട്ട് മഹേശ്വരന്റെ അടുത്ത് ചെന്നു. ശിവനും പാർവതിയോട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ മഹേശ്വരനും ഭൃഗുമുനിയുടെ വരവ് ഇഷ്ടമായില്ല. അദ്ദേഹത്തിനും ദേഷ്യം വന്നു. അവിടെ നിന്നും ഭൃഗുമുനി തിരിച്ചു പോന്നു. നേരെ വൈകുണ്ഠത്തിൽ പോയി. അവിടെ അനന്ത ശയ്യയിൽ ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഭൃഗുമുനി ചെന്നത്. ഭഗവാൻ മുനി ചെന്നപ്പോൾ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. അദ്ദേഹത്തിന്റെ വലത് കാൽപാദം കൊണ്ട് നെഞ്ചിൽ ആഘാതം ഉണ്ടാക്കി. കുറച്ചു നേരം നിന്നിട്ട് എഴുന്നേക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആഘാതം ഉണ്ടാക്കിയത്, തട്ടിയത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം മുനിയോട് ക്ഷമ ചോദിച്ചു. ഞാൻ അങ്ങ് വന്നത് അറിഞ്ഞില്ല, എന്നോട് ക്ഷമിച്ചാലോ എന്ന് പറഞ്ഞു. കൂടാതെ എന്നെ ചവിട്ടിയപ്പോൾ അങ്ങയുടെ പാദത്തിന് എന്തെങ്കിലും ആഘാതം ഉണ്ടായോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട മുനിക്ക് അപരാധം തോന്നിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി മഹാവിഷ്ണുവിനാണ് സാത്വിക ഗുണം കൂടുതലുള്ളതെന്നും അങ്ങനെ അത് ഒരു ശ്രീവത്സം എന്ന പേരിൽ ഒരു ചിഹ്നമായി മഹാവിഷ്ണുവിന്റെ വക്ഷസിൽ ഇരിക്കുകയും ചെയ്തു. അതാണ് ശ്രീവത്സം. അസ്തു, സമീചീനം സമീചീനം. ശ്രീരാമോദന്ത പഠനം ആദ്യ അത്ര ഏതാവത് പര്യന്തം അസ്തു. അനന്തരം കിഞ്ചിത് അന്യത് പഠാമः, കിഞ്ചിത് കാര്യമपि പഠാമः. വയം एकं द्वे त्रीणि चत्वारि पञ्च षड् इति समयं पठितवन्तः. पुल्लिङ्गं एकवचनं बहुवचनं रूपं पठितवन्तः किल. बालकः बालकाः, बालकः बालकाः, वृक्षः वृक्षाः इत्येवं पठितवन्तः. बालकः कः, सः कः, वृक्षः कः. ചോദ്യം. तद् पुल्लिङ्गः एकवचनं, तद् बहुवचनं चेत् बालकाः के इति. बालकाः के, ते के, അവർ ആരാണ്, ബാലകന്മാർ ആരാണ്. ഈ ബാലകന്മാർ എന്ന് പറഞ്ഞ ചേർക്കാം. ബാലകാഹ കെ, തേ കെ, ഇവർ ആരാണ്. തേ പുരുഷാഹ കെ, ആ പുരുഷന്മാർ ആരാണ്. കെ എതി ചോദ്യചിഹ്നം. തേ. അതുപോലെ സ്ത്രീലിംഗാണെങ്കിൽ നദി ആണെങ്കിൽ നദ്യഹ, നദ്യഹ. അപ്പൊ അത് നദീ കാ എന്നാണ് ചോദിക്കുക. നദീ കാ. അപ്പൊ നദി ഗംഗ എന്ന് ഉത്തരം പറയാം. നദി എന്നുള്ളതിന്റെ ബഹുവചനം നദ്യഹ എന്നാണ്. നദ്യ. അപ്പോ കാ എന്നുള്ളത് ബഹുവചനാക്കണം. കാ എന്ന് വിസർഗം, കാഹ എന്ന്, അതാണ് ബഹുവചനമായിട്ട് വരിക. അപ്പൊ നദ്യഹ
കാഹ. നദീ കാ നദ്യഃ കാഹ. നദീ കാ നദ്യഃ കാ. പുല്ലിംഗം സ്ത്രീലിംഗം. നപുംസകലിംഗം ആണെങ്കിൽ തത് എന്നാണ് വരിക. തത് ഏതത്, വൃക്ഷം അല്ല, വൃക്ഷമല്ല, പുഷ്പം, പത്രം. തത് കിം. കിം എന്നാണ് ചോദ്യം വരിക. തത് കിം. പുഷ്പം കിം, പത്രം കിം. താനി പത്രാണി കാനി എന്നാ വരിക. അപ്പൊ താനി എന്നാണ് ബഹുവചനം വരിക. തത് എന്നുള്ളതിന്റെ ബഹുവചനം താനി. അപ്പൊ ചോദ്യം കിം എന്നുള്ളതിന്റെ കാനി എന്ന് വരും. അപ്പൊ താനി കാനി, താനി കാനി. അപ്പൊ താനി പുഷ്പാണി, താനി കാനി, താനി പത്രാണി. സഹ് ക തേ കേ. ഓരോന്ന് ചൂണ്ടിട്ട് ചോദിക്കുമ്പോൾ സഹ് ക തേ കേ. സാ കാ താ കാ. തത് കിം താനി കാനി. അതുപോലെ തത് എന്നുള്ളത് ഏതതാവും. ഇത് എന്നാണ് അർത്ഥമെങ്കിൽ ഏതത് എന്നാവും. തത് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളതാകുമ്പോൾ തത്. സഹ് എന്നുള്ളതും ദൂരെയുള്ള, സാ എന്നുള്ളതും ദൂരെയുള്ളതാ. അത് അടുത്തുള്ളതാണെങ്കിൽ സഹ് എന്നുള്ളത് ഏഷഹ. സഹ് വൃക്ഷ ഏഷഹ വൃക്ഷ. ഏഷഹ വൃക്ഷ സഹ വൃക്ഷ. ഏഷഹ സഹ. ഇനി സ്ത്രീലിംഗാണെങ്കിൽ ഏഷാ താ, ഏഷാ താ. ഇനി നപുംസകലിംഗാണെങ്കിൽ ഏതത് തത്, ഏതത് തത്, ഏതത് തത്. അങ്ങനെയാണ് പുല്ലിംഗം നപുംസകലിംഗം. അത് സാധാരണ നിലയ്ക്ക് ഈ ഇങ്ങനെയുള്ള സംഭാഷണ പഠനത്തില് ഏകവചനവും ബഹുവചനവുമായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക. ദ്വിവചന ശബ്ദങ്ങൾ കൂടുതലായിട്ട് പ്രയോഗിക്കാറില്ല. തെറ്റ് എന്നല്ല, വേണ്ടാന്നുമല്ല. പക്ഷേ പ്രയോഗത്തിൽ കൂടുതലും ഏകവചനവും ബഹുവചനവുമായിട്ടേ ഉള്ളൂ. ദ്വിവചനത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയാണ് പതിവ്. മലയാളത്തിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതേപോലെ തന്നെ പൊതുവെ മറ്റുള്ള ഭാഷകളിലൊന്നും ഈ ദ്വിവചനത്തിന്റെ വിഷയങ്ങൾ കുറവാണ്. സംസ്കൃതത്തിലാണുള്ളത്. അതുകൊണ്ട് സംഭാഷണ സംസ്കൃതത്തില് കുറയ്ക്കാറുണ്ട്. അത് ഉപയോഗിച്ചാൽ തെറ്റല്ല. ചിലപ്പം മനസ്സിലാവാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഈ ദ്വിവചനത്തെ അങ്ങ് കുറയ്ക്കും. അപ്പൊ സഹ ക തൗ കൗ എന്നുള്ളത്, തൗ എന്നുള്ളത് ചോദിക്കാമല്ലോ. അപ്പൊ അവർ രണ്ടുപേരാണെങ്കിലും ചിലപ്പോൾ ദൂരെ നിന്ന് രണ്ടുപേര് വരുന്നുണ്ടെങ്കിൽ തേക്കെ അവരാരൊക്കെയാ എന്ന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണല്ലോ, അതേപോലെ തന്നെ തേക്കെ എന്ന് തന്നെ അങ്ങ് ചോദിക്കും. ശരിക്കും തൗ കൗ എന്ന് ചോദിക്കാം. പക്ഷെ അത് ചോദിക്കാതെ തേക്കെ എന്ന് ചോദിച്ചു എന്ന് വിചാരിച്ച് തെറ്റില്ല എന്നർത്ഥം. അതൊരു ബഹുമാനത്വം ആയിട്ട് ഉള്ളതിനും ബഹുവചനം പ്രയോഗിക്കാം എന്നൊരു നിയമമുണ്ട്. അതായത് ഒരാളാണ് വരുന്നതെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഒരാൾ വരുന്നു, ആ ആളോട് നീ ആരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളിപ്പോ ചോദിക്കാറുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ചോദ്യം തെറ്റല്ലേ, ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്തിനായി നിങ്ങൾ എന്ന് ചോദിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനല്ലേ? അല്ലെങ്കിൽ താങ്കൾ, താങ്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും താൻകൾ ആണ്, ബഹുവചനാണോ എന്നൊക്കെ സംശയിക്കേണ്ടി വരും. അപ്പൊ ബഹുവചനം ആയിട്ടാണ് ശരിക്ക്, അല്ല ബഹുമാന പുരസ്സരാണ് താങ്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോ പിന്നെ ചിലതിന് നിങ്ങൾ എന്നുള്ളത് ബഹുവചനമാണെങ്കിലും ബഹുമാനത്തോട് കൂടിയിട്ട് ഒരാളോട് ചോദിക്കുമ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്നുള്ള ഒരു ന്യായേന, ആ ന്യായമനുസരിച്ച് ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ ദ്വിവചനത്തെ ഒഴിവാക്കിയിട്ട് ബഹുവചനായിട്ട് പ്രയോഗിക്കാറുണ്ട് എന്ന് പറയാം. പിന്നെ ഇപ്പോ നമ്മൾ പഠിച്ചു എന്നാണ് തോന്നുന്നത്, ഈ ബാലപ്രബോധനം പഠിച്ച കൂട്ടത്തിൽ കതി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കതി എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എത്ര എന്നാണ്. കതി എത്ര, എത്ര. അപ്പോ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച, പഞ്ച
അങ്കുല്യഃ. കതി അങ്കുല്യഃ സന്തി. അപ്പോഴ് അസ്ഥി എന്നല്ല ചോദിക്കുക, അസ്ഥി എന്ന് ചോദിക്കാൻ പാടില്ല, സന്ധി എന്നേ ചോദിക്കാൻ പാടുള്ളൂ. കാരണം അസ്ഥി എന്ന് പറഞ്ഞാൽ ഏകവചനായി. അപ്പൊ കതി അസ്ഥി എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം അസ്ഥി എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ഉറപ്പാണ്. അപ്പൊ കതി അസ്ഥി എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തിനാ കതി എന്ന് ചോദിക്കുന്നത്? ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ കതി എന്ന് ചോദിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കതി ഒന്നേ ഉള്ളൂ എങ്കിലും, ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിലും കതി എന്ന് ചോദിക്കുകയാണെങ്കിൽ സന്ധി എന്ന് തന്നെ വരണം. അപ്പൊ കതി സന്ധി. അപ്പൊ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് പറയാം ഏകമേവ അസ്തി എന്ന് പറയാം. ഭവതഃ കതി ശിരഃ അസ്തി എന്ന് ചോദിക്കില്ല. ഭവതഃ കതി ശിരാംസി സന്ധി എന്നേ ചോദിക്കുള്ളൂ, എത്ര തലകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം മമ ഏകഃ ശിരഃ ഏവ അസ്തി എന്ന് പറയാം. തല ഒന്നേ ഉള്ളൂ എന്ന് അറിയെങ്കിലും ശിരാംസി സന്ധി എന്നേ ചോദിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. കതി മസ്തകാനി കതി മസ്തകാസന്ധി എന്നേ ചോദിക്കാറുള്ളൂ. കാരണം കതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്ധിയാണ്. അപ്പം എന്താണോ അതും ബഹുവചനായിട്ട് ചോദിക്കണം. ഭവതഃ കതി പുത്രാഹ സന്ധി. കതി പുത്രഃ സന്ധി എന്ന് ചോദിക്കരുതല്ലോ. എത്ര പുത്രൻ ഉണ്ട്, അല്ല പുത്രന്മാർ എന്ന് തന്നെ വേണം. പുത്രൻ ഉണ്ട് എന്ന് ചോദ്യത്തിന് ഒരാളെ ഉള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഭവതഃ കതി പുത്രാഹ സന്ധി, ഭവതഃ കതി പുത്ര്യഃ സന്ധി, ഭവതഃ കതി അങ്കുല്യഃ സന്ധി. അങ്ങനെ കതി എന്നും സന്ധി എന്നും ഉള്ള പ്രയോഗം നമ്മൾ സാധാരണ നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് ആവശ്യമുള്ള ഓരോരോ കാര്യങ്ങളും കൂടി ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ കതി എന്നും സന്ധി എന്നും വരും. കതി സന്ധി. അസ്തു. അനന്തരം ഭവതാം യക്കോപി സംശയഃ അസ്തി ചേത്, അല്ല ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇനി ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വാക്കുകൾ ഓരോരുത്തരും പറയാം. എത്ര വാക്കുകൾ പറയണമെന്ന് അറിയില്ല, കുറേ വാക്കുകൾ വേണ്ടി വരും. നമ്മളിപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ 1, 2, 3 ഒക്കെ പറയേണ്ടതൊക്കെ അവസരങ്ങളൊക്കെ കഴിഞ്ഞു, അന്നേരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നിപ്പം പറയുമ്പോൾ ഒരു കുറേ വാക്കുകൾ പറയേണ്ടി വരും. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, കേൾക്കാം. കതി എന്നുള്ളതിന്